ദീപ്തി മേരി വർഗീസ് ഇത് ഇപ്പോൾ ഒരു ക്രൗഡ് പുള്ളറൊന്നുമല്ല ശ്രീമതി പത്മജ വേണുഗോപാൽ. പക്ഷേ ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഒരു വലിയ ഒരു ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ പറ്റിയ ഒരു നേതാവൊന്നുമല്ല. പക്ഷെ ഒരു മുഖം എന്ന് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വർഷങ്ങളോളം അവർ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ലീഡറുടെ മകൾ എന്നുള്ള ഒരു വലിയ ഇമേജും അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അവർ പോകുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു ചുക്കും സംഭവിക്കാൻ ഇല്ല എന്നാണ്. പക്ഷെ അതിനെ രാഷ്ട്രീയമായി നോക്കുമ്പോൾ കോൺഗ്രസിന് സമ്പത്ത് പറയുന്നത് പോലെ, സമ്പത്ത് പറയുന്നത് യഥാർത്ഥ രാഷ്ട്രീയമാണല്ലോ, ആ രീതിയിൽ എങ്ങനെ വിശദീകരിക്കുവാൻ കഴിയും? ബി ജെ പിക്കെതിരെ ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ വിട്ടുപോകുന്നത്. കേരളത്തിൽ അങ്ങനെ പതിവില്ല ഈ രീതിയിൽ പ്രധാന മുഖങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിലും ആവർത്തിക്കുന്നു എന്ന് ഇവിടെ രാഷ്ട്രീയമായി നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ കഴിയും. ആർക്ക് കഴിയും? ഇടതുപക്ഷത്തിന് കഴിയും. ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് മഞ്ജുഷ് ഒരു കാര്യം പറഞ്ഞോട്ടെ. കോൺഗ്രസിൻ്റെ 2 പ്രതിനിധികളെ വിളിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു പ്രതിനിധി മാത്രമേ പങ്കെടുക്കാൻ നമ്മുടെ ഒരു ചർച്ചാ നിയമം അനുവദിക്കുന്നുള്ളൂ. ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി, ഈ രാജ്യത്ത് ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്കും പോകാനുള്ള അവകാശമുണ്ട്. അത്തരത്തിലുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത് എന്നുള്ളത് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതി, അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സംസ്കാരം ആയിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് അനുവർത്തിച്ചിരുന്നത്. അല്ലാതെ ഇന്ന് BJP കാണിക്കുന്നത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമായിരുന്നില്ല നമ്മുടെ രാജ്യത്തിന് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ്? പത്മജയിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറയട്ടെ. ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അനുവർത്തിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് 2 രീതികളാണ്. ഒന്ന്, പ്രലോഭനങ്ങളിലൂടെ അധികാരം തരാമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് രീതികളിലൂടെ പണമോ അധികാരമോ ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ താമര നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. അത്തരത്തിൽ ആളുകളെ പ്രലോഭിപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ അവരെ കേസുകളിൽ കൊടുക്കുക. ഇവിടെ ശ്രീ സമ്പത്ത് മുൻ MP ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ അവരെ പല കേസുകളിൽ കൊടുക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുക. അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കോൺഗ്രസിൻ്റെ തന്നെ നിരവധി നേതാക്കളെ അത്തരത്തിൽ കേസിൽ പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ബ്ലാക്ക് മെയിലിംഗ് നടത്തിക്കൊണ്ട് BJP പല നേതാക്കന്മാരെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, വളരെ വ്യക്തമായി ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ഏറ്റവും അധികം പോയിട്ടുള്ളത്, ഏറ്റവും അധികം ചോർച്ചയുണ്ടായിട്ടുള്ളത് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് അവരുടെ വോട്ട് ഷെയർ എന്ന 0.3% വന്ന് നിൽക്കുന്നത് എന്നുള്ളത് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോകുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരെ വ്യക്തിപരമായി ഞാൻ അതിൻ്റെ അകത്ത് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അതിനവർ പറഞ്ഞ ഒരു റീസൺ ഉണ്ട്. ആ റീസൺ ആർക്കും കൺവിൻസിങ് അല്ല. ഇവിടെ സിന്ധുമോൾ വളരെ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി കൊണ്ട് തുടക്കത്തിൽ പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്, ഞങ്ങൾക്ക് പിന്നെ ഇങ്ങനെ ഒരാളെ കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ്. എന്താണ് പത്മജ വേണുഗോപാലിൻ്റെ രാഷ്ട്രീയ അഡ്രസ് എന്ന് പറയുന്നത്? ശ്രീ K കരുണാകരൻ്റെ മകളാണ് എന്നുള്ളത് മാത്രമാണ്. ശ്രീ K കരുണാകരൻ്റെ മകളായതുകൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും വന്ന നാൾ മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ തരത്തിലും, സംഘടനാ തലത്തിലും അതുപോലെ പാർലമെന്ററി തലത്തിലും ഒക്കെ മത്സരിക്കാൻ ഏറ്റവും മികച്ച സീറ്റുകൾ, ഇവിടെ അത്യധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകൾ ഉള്ളപ്പോഴും പുരുഷന്മാരുള്ളപ്പോഴും അവരെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട്, അവർക്കൊക്കെ മുകളിൽ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട അവർ ചോദിച്ച സീറ്റുകൾ തന്നെ കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്ന ഒരു പുനഃസംഘടനയായിരുന്നു രാഷ്ട്രീയ കാര്യസമിതിയിലേക്ക്. ആ പുനഃസംഘടനയിൽ പോലും ശ്രീമതി പത്മജ വേണുഗോപാലുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ ഗൗനിച്ചില്ലെന്നോ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം പത്മജയെ മാറ്റി നിർത്തിയെന്നോ എന്ന് പറയുന്നത് ഇവിടെ ഒരാളും വിശ്വസിക്കില്ല. BJP പോലും വിശ്വസിക്കത്തില്ല. ഇവിടെ പത്മജയോടൊപ്പം നിന്നിട്ടുള്ളവരോ, അല്ലെങ്കിൽ ഇന്ന് കോൺഗ്രസ്സുകാരായിട്ടുള്ളവരോ, രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകളോ ഒരാൾക്കും അത് വിശ്വസിക്കാൻ കഴിയില്ല. കൺവിൻസിങ് ആയിട്ടുള്ള ഒരു മറുപടിയല്ല പത്മജ പറഞ്ഞിരിക്കുന്നത്. പത്മജയെ സംബന്ധിച്ച മറ്റ് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അവരെ സംബന്ധിച്ച് അധികാര രാഷ്ട്രീയം ഇന്ന് ശ്രീ K മുരളീധരൻ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്. കിട്ടിയതൊന്നും പോരാ,
എന്തൊക്കെയോ അധികമായി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ സമീപനമാണ് പത്മജി അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളൊക്കെ അറിഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പിന്നെ അതിന് എവിഡൻസോ അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടോ അത് പറയാൻ നിവൃത്തിയില്ലെങ്കിൽ പോലും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശ്രീമതി പത്മജ വേണുഗോപാൽ പലപ്പോഴും ഞങ്ങളോടൊപ്പം വേദിയൊക്കെ പങ്കിട്ടിട്ടുണ്ട്, ഒരുമിച്ച് പല പരിപാടികൾക്കും ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ ഷെയർ ചെയ്ത പല കാര്യങ്ങളുമുണ്ട്. അതിൻ്റെ അകത്തൊക്കെ അവർ പറഞ്ഞിട്ടുള്ളതുണ്ട്, ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് BJP-യിൽ നിന്ന് പലതരത്തിലുള്ള ഭീഷണികളുണ്ട്, ഇൻകം ടാക്സ് റെയ്ഡ്, ഇൻകം ടാക്സുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നു, ED വീട്ടിൽ കയറി ഇറങ്ങുന്നു, ഇത്തരത്തിലുള്ള പരാതികളൊക്കെ കഴിഞ്ഞ ചില മാസങ്ങളായി, കഴിഞ്ഞ 5-6 മാസമായി അവർ പലപ്പോഴും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഡോക്ടർ വേണുഗോപാൽ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു ED റെയ്ഡ് ഇല്ല, അത് വെറുതെയാണെന്നാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണോ ശ്രീമതി ദീപ്തി മേരി വർഗീസ് താങ്കൾ പറയുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളത് അവരുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനിപ്പോൾ എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ആ സമയത്ത് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരത്തിലൊരു ചതി അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടി വിട്ടിവർ പോകുമെന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും രേഖകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അത്തരത്തിൽ സംഭവിച്ചിട്ടില്ല എന്നവർ പറയട്ടെ. അതറിയാവുന്ന ചില ആളുകൾ കോൺഗ്രസിൽ തന്നെയുണ്ട്, ചില ഞാൻ പറഞ്ഞല്ലോ ചില വനിതാ നേതാക്കന്മാരുൾപ്പെടെ ഉണ്ട്. ശരി ശരി, നാളെ എന്തായാലും ശ്രീമതി പത്മജ വേണുഗോപാൽ തിരികെ കേരളത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും, ഒരുപാട് ചോദ്യങ്ങൾ ശ്രീമതി പത്മജ വേണുഗോപാലിന് നേരിടേണ്ടി വരും. ഇന്നത്തെ ഞാൻ ഒന്ന് ഇടപെട്ട് പറയട്ടെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, താങ്കൾ നേരത്തെ പറഞ്ഞത്, അത് എന്നോട് ക്ഷമിക്കുക, ഈ 2 പേർ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് വന്നുവെന്ന്. ശരിയാണ്, കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടാകാറില്ല. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്ന് താങ്കൾ ഈ ചർച്ചയിലേക്ക് വരുന്നത് കൊണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അതിനുള്ള സമയം കിട്ടിയില്ല താങ്കളെ വിളിച്ച് പറയുന്നതിന് വേണ്ടി. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, അത് BJP അതൊരു വലിയ ഇഷ്യൂ ആക്കി മാറ്റുന്നുണ്ട്. ഇപ്പോൾ വലിയ പ്രസ്താവനകളും വരുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ ഈ BJP അംഗത്വം സ്വീകരിച്ചുകൊണ്ട് വലിയ സംസാരമൊന്നും ഉണ്ടായില്ല.